ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജംറിക് പ്രോ 1/4 ഇഞ്ച് മൗണ്ട് അഡാപ്റ്റർ അന്ന് ട്രൈപ്പോഡ് നമ്മൾ ഫ്ലാഷ് മൗണ്ടിൽ വെച്ചിട്ട് ആ ഫ്ലാഷിൻ്റെ മൗണ്ട് ഉണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ട്രൈപ്പോഡിൻ്റെ ആ ഒരു ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ടാണ്. നമുക്ക് അതെന്താണെന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ഈ കവറ് പൊട്ടിക്കാം. ഇതൊരു ചെറിയ സാധനമാണ്. അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. അതെന്താ ഇങ്ങനെ ഇത്ര വലിയ കവറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ വരും. ഇത്രയുള്ള സാധനം അപ്പോൾ ഇത്ര ഉള്ളൂ. ഇത് നമുക്ക് പൊളിച്ച് നോക്കാം. ക്യാമറയുടെ മൗണ്ടിനകത്ത് നമ്മൾ ക്യാമറയുടെ മറ്റേ ഫ്ലാഷ് മൗണ്ട് ഉണ്ട്, അതിനകത്ത് വെക്കുന്ന. അതിനുശേഷം മേളിൽ നമുക്കിത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് എന്താണെങ്കിലും ഫിറ്റ് ചെയ്യും. അതാണ് സംഗതി. ഉണ്ടോ, ഇതാണ് സംഗതി. ഇത് നമുക്ക് ഫ്ലാഷിനകത്തിട്ട് ആ ഒരു ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യാം. അതുകൊണ്ട് ട്രൈപ്പോഡിൻ്റെ ആ ഒരു ഇതാണ് സംഗതി. അപ്പോൾ നമുക്ക് ക്യാമറയിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഈ ഒരു ചെറിയ സാധനമാണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 1/4 ഇഞ്ച് മൗണ്ട് അഡാപ്റ്റർ. ട്രൈപ്പോഡൊക്കെ ഫിറ്റ് ചെയ്യണം. ക്യാമറ മൗണ്ടിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഞാനിത് കണക്ട് ചെയ്ത് കാണിക്കാം. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് DSLR ക്യാമറ തന്നെയാണ്. അപ്പോൾ ഞാനൊരു DSLR ക്യാമറ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മേളിലത്തെ ഫ്ലാഷ് മൗണ്ട് മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഫ്ലാഷ് മൗണ്ട്. നമുക്കറിയാലോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് പതിയെ കയറ്റുകയാണ്. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, നോക്കണ്ട, അതിൻ്റെ ഉള്ളിൽ കയറിക്കോളും. ഞാനത് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഒരു വീഡിയോയിലകത്ത് ആ പയ്യൻ പറഞ്ഞ പോലെ ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ. ഇത് ശരിയാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. മുഴുവനായിട്ട് ഇപ്പോൾ അങ്ങോട്ട് ഒരു ടൈറ്റ് ഉണ്ട്. ഇതിനൊരു ചെറിയ ഒരു ടൈറ്റൊക്കെ തോന്നുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറും. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും നമുക്കില്ല. ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ള് കയറിയിരിക്കുന്നതാണ് എൻ്റെ ഒരു കറക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എൻ്റെ ഇത് മുഴുവനായിട്ട് കയറിയില്ലെങ്കിൽ തന്നെ ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ. ആ ഒരു ഫസ്റ്റ് റിങ്, സെക്കൻഡ് റിങ്, നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എൻ്റെ ഇവിടെ ആ ഫസ്റ്റ് റിങ് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് റിങ് ആണ്. ഫസ്റ്റ് റിങ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കയറ്റിയില്ലെങ്കിലും അത് ഓക്കെ ആയിട്ടിരുന്നുള്ളൂ തന്നെ. ഫസ്റ്റ് റിങ് ഇവിടെ ടൈറ്റായിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് റിങ് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് വിട്ടുപോരില്ല. പിന്നെ സെക്കൻഡ് റിങ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എന്താണ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ ചെയ്യാം. ഇനി ഇവിടെ ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ഫിറ്റ് ചെയ്യുക, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജനറിക്കായിട്ടുള്ള 1/4 ഇഞ്ച് മൗണ്ട് ക്യാമറ ഫ്ലാഷിനകത്ത് DSLRനെ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ട് ചേർക്കുന്ന മൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ശരിയെന്ന് നമുക്കിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഒന്നുമില്ല, ഒരു ചെറിയ ടൈറ്റ് അതൊന്ന് ഇട്ടെടുത്ത് ശരിയാവും. ചെറിയ ടൈറ്റ് ഉണ്ട്. അതൊരു ചെറിയ ഒന്ന് മിനുസപ്പെടുത്തിയാൽ ശരിയാകുന്നതാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും അവസാനം.
ഞാനത് ഊരിയെടുത്തു. ഒന്ന് ഒരു ചെറിയൊരു മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് കയറും, അതിൻ്റെ അകത്തേക്ക് കയറും. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്, ഒരിക്കൽ കൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു ഒന്നും കൂടി വരും. അപ്പോൾ ഓക്കെ, ബൈ. ഒന്നും കൂടി.